ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഷംസാദ്, ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നിന്നുള്ള ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്? പുറകുവശത്തുണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്താണ് റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഇവിടെ നമുക്ക് മാറ്റി ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കാഷ്വാലിറ്റീസ് ഉണ്ട്, നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എവിടെയാണുള്ളത് ഇപ്പോൾ? ഞാനിപ്പോ ചൂരൽമല ഈ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണുള്ളത്. അതായത് രാവിലെ സ്ലൈഡ് ചെയ്ത സ്ഥലത്താണുള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ രക്ഷാപ്രവർത്തകർക്ക്? അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2 NDRF അംഗങ്ങൾ എത്തി അവിടെ കടക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അവിടുത്തെ ഇവാക്യുവേഷൻ നടത്താനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. കാരണം അവിടെ വഴിയില്ല, അവിടെ അവരെ കൊണ്ടുവരാൻ വേറെ മാർഗമില്ല. പക്ഷെ അവർക്ക് മരുന്ന് വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ട്, റിക്കവറി ചെയ്ത ആളുകൾക്കൊക്കെ. അപ്പൊ അവിടെ നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയില്ല. പക്ഷെ വേറൊരു വഴി എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പുഴയിനകത്ത് അവിടെയാണ് ഉള്ളത്. അതുവഴി നമുക്ക് അപ്പുറം എത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള ശ്രമം നമ്മൾ നടത്തി നോക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ശ്രമങ്ങളാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ? നമുക്ക് ഒരു വഴിയുണ്ടായിരുന്നു. പാലം പോയതോട് പൂർണ്ണമായി മുണ്ടക്കൈ ഒറ്റപ്പെട്ടു. ഇനി നമുക്ക് അവിടെ എത്തണമെങ്കിൽ ആ പാലത്തിന് പകരം ഒരു താൽക്കാലിക പാലമാണ്. അത് ഇനി എങ്ങനെയാണ് അതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് എനിക്കറിയില്ല. അതിനോടൊപ്പം നമുക്ക് വേറെ ഒരു വഴിയും, എല്ലാ വഴിയും പുഴയാണ്. ഈ പുഴയിൽ നല്ല രീതിയിലുള്ള ജലനിരപ്പുണ്ട്. പക്ഷേ ജലനിരപ്പ് കുറച്ച് ശക്തി ഉണ്ടെങ്കിലും താഴുന്നുണ്ട് ജലനിരപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുഴ മുറിച്ച് കടന്ന് മുണ്ടക്കൈക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോ ഇവിടെ നോക്കുന്നത്. തീർച്ചയായും സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചായിരിക്കും അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുക. സൈന്യമടക്കം എപ്പോഴേക്കും എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എയർലിഫ്റ്റിംഗ് മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്ന് അവിടെ നിന്നും ആളുകൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രാവിലേക്ക്. ശ്രീ ഷംസാദ്, അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? പോകുന്ന മെയിൻ വഴിയിലെ പാലം ഒലിച്ചു പോയതുപോലെ പ്രാദേശികമായുള്ള റോഡുകൾ ഇല്ലാതെയായിട്ടുണ്ട്. ആ പ്രാദേശികമായ റോഡ് കണക്ടിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് അവരെല്ലാം ഒരു തുരുത്തു പോലെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ ഇനി നമുക്ക് അവിടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് റെസ്ക്യൂ ചെയ്യാന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന ഏകമാർഗം എന്ന് പറയുന്നത് നമുക്ക് അവരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഷംസാദ് അവിടെ നിൽക്കുമ്പോൾ, അധികാരികളുമായി ബന്ധപ്പെടുമ്പോ? അവര് സൈന്യം പുറപ്പെട്ടു എന്ന് പറയുന്നു. അത് പിന്നെ ഹെലികോപ്റ്ററുടെ ലഭ്യത ഇപ്പൊ ലഭിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷെ ക്ലൈമറ്റിന്റെ പ്രശ്നം നിലവിലുണ്ട്. മഴ ചെറിയ രീതിയിലാണെങ്കിലും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാൻഡ് ചെയ്യാനുള്ള സ്ഥലത്തിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് മുണ്ടക്കയിൽ നമ്മൾ എത്തിയാൽ മാത്രം എന്താണ് മുണ്ടക്കയിൽ സംഭവിച്ചെന്ന് പോലും അറിയൂ. ഇപ്പോഴും നമുക്കൊരു വ്യക്തതയും മുണ്ടക്കൈയെ കുറിച്ച് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോ ചൂരൽമലയിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? മലയിൽ നിന്ന് നമുക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ റെസ്ക്യൂ ചെയ്തു. ഇപ്പോഴും റെസ്ക്യൂയുടെ വർക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിലുള്ള റെസ്ക്യൂ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആളുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റി, നമുക്ക് അത് ഇടപെടാൻ പറ്റുന്നുണ്ട്. പക്ഷെ മുണ്ടക്കൈയെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ചിത്രമില്ല. അവിടുത്തെ ആളുകൾ നമ്മളെ വിളിച്ച് വലിയ രീതിയിലുള്ള പ്രയാസകരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരടുത്ത് എത്തിയാൽ മാത്രമേ ഇപ്പോഴും അവരെ വിളിക്കാൻ കഴിയുന്നുണ്ടോ? ടെലിഫോണിലെങ്കിലും വിളിക്കാൻ പറ്റുന്നുണ്ടോ? ചില ആളുകൾക്ക് നമുക്കിപ്പോ കുറച്ചുപേര് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട് സേഫായി. പക്ഷെ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ചുറ്റും റോഡുകളൊന്നും ഇല്ല എന്ന് പറയുന്നു. കുറച്ച് ആളുകൾ അവിടുത്തെ എസ്റ്റേറ്റിന്റെ ബംഗ്ലാവിനകത്ത് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം, ഞങ്ങളുടെ പുഴയുടെ അക്കരെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ കൈവീശി കാണിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട്. അവരവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് അവരോട് ബന്ധപ്പെടുമ്പോൾ എന്താണ് ഷംസാദ് മനസ്സിലാകുന്നത്? ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടോ അവിടെ? നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാനോ ഇതിനെക്കുറിച്ച് പക്ഷെ അവരുടെ കൺവെട്ടത്ത് കാണുന്ന കാഴ്ചകൾ ഭീകരമാണ്. അവർ പറയുന്നത് വീടുകൾ കാണാനില്ല, ആളുകൾ മിസ്സിംഗ് ആണ്,
പുഴകൾ അതിലെയും മാറി ഒഴുകിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പറയുന്നത്. പലരും സ്വന്തം വീട് പോയ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. ഞാൻ സേഫാണ്, എന്റെ വീട് പോയി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടുകാരനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ സിറ്റുവേഷൻ കുറച്ച് വേസ്റ്റ് ആയിരിക്കാം മുണ്ടക്കൈയിൽ. പക്ഷെ നമ്മൾ അവിടെ അടിയന്തരമായി എത്തിയില്ലെങ്കിൽ അവർ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആളുകൾ തന്നെ നിലവിൽ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്ക് മെഡിക്കൽ സപ്പോർട്ട് അടിയന്തരമായി നമുക്ക് എത്തിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ഇതുവരെ എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളിപ്പോ അതിന്റെ ഒരു ശ്രമം പാലത്തിന് പുഴയ്ക്ക് കുറുകെ ഒരു റോപ്പ് ചെയ്തുകൊണ്ട് NDRFന്റെ വഴി നമ്മൾ അപ്പുറം എത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഷംസാദ് മരക്കാർ. വളരെയേറെ വിലപ്പെട്ട സമയമാണ് അദ്ദേഹത്തിൻ്റെത്. അത് അധിക നേരം ഞങ്ങൾ അപഹരിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.